പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലെ യു-ടേൺ യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ അടച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. യാത്രക്കാർക്ക് ബസ് കയറാനുള്ള ബദൽ സംവിധാനം ഒരുക്കാതെയാണ് ദേശീയപാത അധികൃതർ യു-ടേൺ അടച്ചതെന്ന ആക്ഷേപവുമായി MLA KK രാമചന്ദ്രൻ. കടങ്ങോട് AL ചിറ്റിലങ്ങാട് വൻ മണ്ണ് ഖനനത്തിന് നീക്കം. കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ തടഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 5ാം ഉത്സവം ആഘോഷിച്ചു. ശീവേലി എഴുന്നള്ളത്തും രാത്രിയിലെ വിളക്കം ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തുന്നത് ആയിരങ്ങൾ. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തുടർച്ചയായ അപകടങ്ങളെ തുടർന്ന് പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലെ യു-ടേൺ യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ അടച്ചതിൽ KK രാമചന്ദ്രൻ MLA പ്രതിഷേധം രേഖപ്പെടുത്തി. യാത്രക്കാർക്ക് ബസ് കയറുന്നതിനുള്ള ബദൽ സംവിധാനം ഒരുക്കാതെയാണ് ദേശീയപാത അധികൃതർ യു-ടേൺ അടച്ചത്. നിരന്തരമായ അപകടങ്ങളെ തുടർന്ന് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തുകയും ചർച്ചയുടെ തീരുമാനപ്രകാരമായി ചാലക്കുടി ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ സർവീസ് റോഡ് വഴി പോകുന്നതിനും യാത്രക്കാർക്കും മറ്റും ബസ് കയറുന്നതിനായി ഒരു അത്യാധുനിക ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. പുതുക്കാട് മേൽപ്പാലം വരുന്നതോടെ ബസ് സ്റ്റോപ്പിന്റെ ആവശ്യകത ഉണ്ടാകുകയില്ലെന്ന് ഉയർത്തിക്കാട്ടി NHAI NOC നൽകിയില്ലെന്ന് MLA ആരോപിച്ചു. മേൽപ്പാല നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നും തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് സുഗമമായി ബസ് കയറാനാകും വിധം താൽക്കാലിക സംവിധാനം ഉണ്ടാകണമെന്നും MLA ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്ക് നൽകിയ കത്തിലൂടെ ആവശ്യപ്പെട്ടു. കടങ്ങോട് AL ചിറ്റിലങ്ങാട് വൻ മണ്ണ് ഖനനത്തിന് നീക്കം. കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ തടഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിൽ 14ാം വാർഡിലെ ചിറ്റിലങ്ങാട് കുന്നിലാണ് മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. കെട്ടിട നിർമ്മാണത്തിനെന്ന വ്യാജേനെ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കരസ്ഥമാക്കി ജിയോളജി വകുപ്പിന്റെ അനുമതി നേടിയാണ് മണ്ണ് ഖനനം നടത്തുന്നതെന്നും ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കാവുന്ന മണ്ണ് കച്ചവടമാണ് ലക്ഷ്യമെന്നും നാട്ടുകാർ പറയുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ കുന്നിടിച്ച് മണ്ണെടുപ്പ് നടത്തിയിട്ടുള്ള പ്രദേശമാണ് ചിറ്റിലങ്ങാട്. എല്ലാ മഴക്കാലത്തും പ്രദേശവാസികൾ മണ്ണിടിച്ചൽ ഭീഷണി നേരിടാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. 15 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിട നിർമ്മാണത്തിന് മണ്ണ് നീക്കം ചെയ്യുവാനാണ് അനുമതിയുള്ളത്. എന്നാൽ 35 സെന്റിലധികം വരുന്ന സ്ഥലത്ത് വൻ ഖനനം നടത്തിയ മണ്ണ് കടത്തുവാനാണ് ശ്രമമെന്നും ഭൂവുടമയ്ക്ക് പകരം മണ്ണ് മാഫിയ സംഘമാണ് ഖനനം നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഒട്ടനവധിയായിട്ടുള്ള വീടുകൾ ഇപ്പോൾ മഴയുടെ പ്രശ്നം കൊണ്ട് തന്നെ വെള്ളം വന്നിട്ട് വരുവെള്ളവും മണ്ണൊക്കെ കൂടി വന്ന് ഒലിച്ചു ചേർന്നിട്ട് വലിയ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ചും ജനുവരി ആദ്യവാരം തന്നെ നമുക്കിവിടെ വെള്ളം പറ്റും. കാരണം അനധികൃതമായിട്ട് ഈ ചുറ്റുവട്ടത്തെ എല്ലാ ഒരുവിധ സ്ഥലത്തൊക്കെ മണ്ണെടുത്തിട്ട് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് 2300 സ്ക്വയർ ഫീറ്റ് സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് 2 ലക്ഷം രൂപയോളാണ് ഇവർ പെർമിറ്റ് ഫീസായിട്ട് അടയ്ക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ ഈ വീട് വെച്ചില്ലെങ്കിൽ കൂടി, ഒരു വർഷത്തിനകം വീട് വെച്ചില്ലെങ്കിൽ കൂടി അവർക്ക് ഇതിന് 5 മടങ്ങ് തിരിച്ചടച്ചാൽ ഇതിന്റെ കേസ് അവസാനിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് അതിൽ ഏകദേശം 60-70 ലക്ഷം രൂപ മണ്ണുണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അതിന് 10 ലക്ഷം പോയാലും അവർക്ക് മണ്ണിന്റെ ബിസിനസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പെർമിറ്റിൽ പറയുന്ന കാലാവധിക്കുള്ളിൽ മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് കെട്ടിടം പണിയണം. അല്ലെങ്കിൽ റോയൽറ്റിയായി കെട്ടിവെച്ച തുകയുടെ 5 മടങ്ങ് ഫൈനായി സർക്കാരിലേക്ക് അടയ്ക്കണമെന്നാണ് നിയമം. എന്നാൽ ഫൈൻ വരുന്ന തുകയുടെ 10 മടങ്ങ് മണ്ണ് കച്ചവടത്തിലൂടെ മാഫിയ സംഘങ്ങൾ ലാഭമുണ്ടാക്കുന്നുണ്ടെന്നും കൃത്യമായി പരിശോധനകൾക്ക് റവന്യൂ ജിയോളജി വകുപ്പുകൾ തയ്യാറാകാത്തതാണ് മണ്ണ് കൊള്ളയ്ക്ക് പ്രോത്സാഹനമുണ്ടാക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. TCV എരുമപ്പെട്ടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 5ാം ഉത്സവം ആഘോഷിച്ചു. രാവിലത്തെ ശീവേലി എഴുന്നള്ളത്തും രാത്രിയിലെ വിളക്കം ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. 8 വിളക്കിനും 8 ശീവേലിക്കും 17 ആനകൾ അണിനിരക്കും. പഞ്ചാരി മേളമുണ്ടാകും. ഭഗവാന്റെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ച് നാലമ്പലത്തിന് ചുറ്റും 4 പ്രദക്ഷിണം ചെയ്തതിന് ശേഷമാണ് പഞ്ചാരി മേളത്തിന്റെ പതികാലത്തിന് കിഴക്കേ നടപ്പുരയിൽ കേളിക്കൊട്ടുവരുന്നത്. 100ഓളം കലാകാരന്മാരാണ് പഞ്ചാരി മേളത്തിൽ അണിനിരക്കുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് പഞ്ചാരിയുടെ പതികാലം കിഴക്കേ നടപ്പുരയിൽ നാദപ്രളയം തീർക്കും. തുടർന്ന് 5ാം കാലം പടിഞ്ഞാറേ നടപ്പുരയിൽ കൊട്ടിത്തീർക്കും. ശീവേലിക്കും വിളക്കിനും പഞ്ചാരിമേളത്തിന്റെ ചിട്ടവട്ടത്തിന് വ്യത്യാസമില്ല. വലിയ വിളക്ക് ദിവസമാണ് പഞ്ചാരിമേളം അവസാനിക്കുന്നത്.
കൂടൽമാണിക്യം ക്ഷേത്രോത്സവ നാളുകളിൽ അരങ്ങേറുന്ന പ്രധാന ക്ഷേത്രകലകളിലൊന്നാണ് പാഠകം. നാരായണൻ നമ്പ്യാരാണ് വർഷങ്ങളായി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പാഠകം അവതരിപ്പിക്കുന്നത്. ഒന്നാം ഉത്സവം മുതൽ പള്ളിവേട്ട വരെയുള്ള ദിവസങ്ങളിലാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പാഠകം അരങ്ങേറുന്നത്. വളരെ ലളിതമായ രംഗസജ്ജീകരണമാണ് പാഠകത്തിന്റേത്. കത്തിച്ചുവെച്ച ഒരു നിലവിളക്ക് മുന്നിൽ നിന്ന് കാര്യമായ വേഷവിധാനങ്ങളൊന്നുമില്ലാതെ ചുവന്ന പട്ടുകൊണ്ട് തലയിൽ ഒരു കെട്ട്, ശരീരത്തിൽ ഭസ്മക്കുറി, മാലകൾ, നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് എന്നിവ ചാർത്തി ഒരാൾ മാത്രമാണ് പാഠകം അവതരിപ്പിക്കുന്നത്. പാഠകം അവതരിപ്പിക്കുന്ന ആൾ വാഗ്മിയും നർമ്മബോധമുള്ള ആളുമായിരിക്കണമെന്ന നിർബന്ധം ഈ ക്ഷേത്രകലയ്ക്കുണ്ട്. കൂത്തിന്റെ അവതരണ രീതിയുമായി സാദൃശ്യം തോന്നുമെങ്കിലും പരിഹാസ പ്രയോഗങ്ങൾ ഒട്ടും പാടില്ല എന്ന നിബന്ധന പാഠകത്തിലുണ്ട്. വാദ്യപ്രയോഗങ്ങളോ മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളോ ഇല്ല. പാഠകം എന്ന കലാരൂപം ഉത്ഭവിച്ചത് ചാക്യാർകൂത്തിൽ നിന്നാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. TCV ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 8ഓടെ കാലവർഷം എത്തും. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് തീർത്ഥാടക പ്രവാഹം. ആഘോഷമായ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. നേർച്ച ഭക്ഷണത്തിന്റെ ആശീർവാദം ബിഷപ്പ് നിർവഹിച്ചു. ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകി. തിരുനാൾ ആഘോഷങ്ങൾക്ക് റക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ, സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ബീനൻ താണിപ്പള്ളി, ആൽബി പടമാട്ടുമൽ, അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി. ലക്ഷം പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധന്റെ ഈ തിരുനാൾ ആഘോഷത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവുകളും നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധ മോളിസിലൂടെ നമുക്ക് നിരവധി സംഘർഷ സാഹചര്യം പൂർണ്ണമായി ഒഴിഞ്ഞതോടെ ഇന്ത്യ പാക് അതിർത്തികൾ ശാന്തമാകുന്നു. ജമ്മു, സാംബ, അഗ്നൂർ, കതുവ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ ആദ്യം കണ്ടതിനു ശേഷം ഡ്രോൺ കണ്ടിട്ടില്ലെന്ന് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുന്നുവെന്നും സൈന്യം അറിയിച്ചു. പഞ്ചാബിലെ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരുകയാണ്. മേഖലയിൽ ബ്ലാക്ക് ഔട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വന്നെങ്കിലും സുരക്ഷയുടെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഇന്നത്തെ വിമാന സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി. കേച്ചേരി ബാറിൽ മദ്യപിക്കാനെത്തിയവർ തമ്മിൽ ചേരി തിരിഞ്ഞുള്ള സംഘർഷത്തിൽ 2 പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ 4 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെട്ടുകാട് സ്വദേശി ചൂണ്ടപ്പുരയ്ക്കൽ വീട്ടിൽ സൂരജ്, കേച്ചേരി കടവിൽ വീട്ടിൽ ഷിജു എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം വെട്ടേറ്റത്. ഇന്നലെ വൈകിട്ട് കേച്ചേരി കല്ലട ബാറിൽ മദ്യപിക്കുന്നതിനിടെ ഇരു കൂട്ടരും തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുകയും അത് സംഘർഷത്തിന് കാരണമാവുകയുമായിരുന്നു. ബൈക്കിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് പ്രതികൾ ഇരുവരെയും വെട്ടിയതെന്നും പറയും. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് KV ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം NT ബേബി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് A സൈഫുദ്ദീൻ, ഡിവിഷൻ സെക്രട്ടറി TV ദേവദാസ്, ട്രഷറർ KN സുലോചനൻ, T വിജയൻ, K ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, സ്റ്റാർസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണകൂടാരം SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ DPO NK രമേശ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ AK അജിതകുമാരി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. പ്രവാസ ലോകത്തിന്റെ ജീവിതഗന്ധിയായ കഥ പറഞ്ഞ സൈനുദ്ദീൻ
ഖുറൈഷിയുടെ പുതിയ കഥകൾ റുഹാനി പ്രകാശനം ചെയ്തു. പുസ്തക പ്രകാശന സദസ്സ് ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പൂവത്തൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം മണലൂർ ഏരിയ സെക്രട്ടറി RA അബ്ദുൽ ഹക്കീം അധ്യക്ഷനായിരുന്നു. കവി ഡോക്ടർ C രാവുണ്ണി തൃശൂർ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലിക്ക് ആദ്യ പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു. പ്രസാദ് കാക്കശ്ശേരി, റഹ്മാൻ തിരുനല്ലൂർ, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിപുര ടെമ്പിൾ സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൂലൂർ യോഗിനിമാത ബാലികാ സദനിലേക്ക് ക്ലോത്ത് ബാങ്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പീതാംബരൻ രാവരമ്പത്ത് വിതരണം ചെയ്തു. റീജിയണൽ ചെയർപേഴ്സൺ ലയൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ത്രിപുര ടെമ്പിൾ സിറ്റി ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ റഹീം സക്കറിയ അധ്യക്ഷത വഹിച്ചു. ത്രിപുര ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്തിന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ബാച്ച് വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നതിനായി ഫണ്ട് നൽകി. സ്കൂളിൽ നടന്ന ബാച്ചിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ പ്രിൻസിപ്പൽ ഷീബ ജോസ് ചെക്കിന്റെ മാതൃക ഏറ്റുവാങ്ങി KN നിഭേഷ് അധ്യക്ഷനായി. CM ജലീൽ, PB അനശ്വര, CM ജലീൽ, AU റസാഖ്, ഷൈജു തൈക്കാടൻ, സനോജ് കടങ്ങോട് എന്നിവർ സംസാരിച്ചു. തോയ്ക്കാവ് സഫദർ ഹാഷ്മി ഗ്രാമീണ വേദിയും ഏങ്ങണ്ടിയൂർ ഇളയാൽ സ്വിമ്മിംഗ് അക്കാദമിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകി. നീന്തൽ പരിശീലന ക്യാമ്പിൽ 100ഓളം കുട്ടികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ദേശീയ നീന്തൽ താരവും പരിശീലകനുമായ CR രാജന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. കൊച്ചു വർക്ക്ഷോപ്പിൽ സ്വന്തമായി യന്ത്രസാമഗ്രികൾ തയ്യാറാക്കൽ, മികച്ച രീതിയിൽ കാർഷിക വിളകളുടെ പരിപാലനം, യന്ത്രങ്ങളുടെ സാങ്കേതിക വിദ്യകളും കാർഷിക മേഖലയും ഒരുപോലെ വഴങ്ങും മേലൂരിലെ തെക്കൻ ഫ്രാൻസിസ് ജോണിന്. ക്ഷീരോത്പാദക സംഘങ്ങളിലെ പാൽ ശേഖരണത്തിൽ മനുഷ്യപ്രയത്നം ഗണ്യമായി കുറയ്ക്കുന്ന യന്ത്രമാണ് ഫ്രാൻസിസിന്റെ മേലൂർ കാലടിയിലെ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. മേലൂർ സംഘത്തിന്റെ ആവശ്യപ്രകാരം നിർമ്മിച്ചു നൽകിയ മെഷീൻ പ്രവർത്തനം തുടങ്ങി. ക്യാൻ ടാപ്പിംഗ് എക്യുപ്മെന്റ് സിസ്റ്റം എന്ന് ഇതിന് പേരിട്ടു. 1 HP-യുടെ മോട്ടോർ, പാനൽ ബോർഡ്, ഗിയർ ബോക്സ് എന്നിവയാണ് പുതിയ യന്ത്രത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. കാറ്ററിംഗ് കാർക്കുള്ള സവാള കട്ടിംഗ് മെഷീൻ, വിവിധ യന്ത്രങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കൽ എന്നിവയൊക്കെ ഈ 62കാരന് വഴങ്ങും. ഫുൾ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സപ്പോർട്ടോടുകൂടി ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ കേടുപാടുകൾ വരാനുള്ള സാഹചര്യം കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കിയത്. അവർ 100-150 കുറ്റിയൊക്കെ ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ അവർക്ക് കായികാധ്വാനം ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഒരാൾ ലീവായി കഴിഞ്ഞാൽ 2 ആൾ വേണം കുറ്റി മറിക്കാൻ. അപ്പോൾ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ അപ്പോൾ പുറത്തുനിന്ന് ആളെ വിളിക്കണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കാൻ പറഞ്ഞത്. കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് മുഴുവൻ ഫലം പറയാൻ പറ്റുള്ളൂ. 4 പതിറ്റാണ്ട് മുൻപ് കുറച്ചുകാലം ടർണർ ജോലി പഠിച്ചു. പിന്നീടെല്ലാം സ്വയം ചെയ്യാൻ തുടങ്ങി. പിന്നീട് വാങ്ങിയ 2 ടില്ലറുകളുടെ ഗിയർ ബോക്സ് അഴിക്കലടക്കം എല്ലാ ജോലികളും സ്വന്തമായി ചെയ്തു. തുടർന്ന് കൃഷിയിലേക്ക് തിരിഞ്ഞു. എല്ലാ വിളകളും പൊന്നുപോലെ വിളയിച്ചെടുക്കുന്നതിൽ ഇയാളുടെ പാടവം ഒന്ന് വേറെ തന്നെയാണ്. 4 നൂറ്റാണ്ടോളം കൃഷിയിടത്തിൽ മല്ലടിച്ചു. വീണ്ടും എഞ്ചിനീയറിംഗ് രംഗത്തേക്ക്. ഒപ്പം കൃഷിയും തുടരുന്നു. കൃഷിരീതികളുടെ ശാസ്ത്രീയ അടിത്തറ ആഴത്തിൽ പറഞ്ഞുതരും 10ാം ക്ലാസ് മാത്രം പഠിച്ച ഫ്രാൻസിസ്. TCV ന്യൂസ്, ചാലക്കുടി. അപൂർവമായി മാത്രം നടന്നുവരുന്ന ചന്ദ്ര പൊങ്കാല മഹോത്സവത്തിന് മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രം വേദിയായി. ക്ഷേത്ര ശാന്തിക്കാരൻ രാജീവ് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ്, ക്ഷേത്ര സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധ്യകൾക്ക് തുടക്കമായി. പാവറട്ടി തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റി OJ ഷാജൻ, കലാസന്ധ്യ കമ്മിറ്റി കൺവീനർ CA സണ്ണി, വടക്ക് ഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബൈജു ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വടക്ക് ഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റി ഒരുക്കിയ സംഗീത പരിപാടി അരങ്ങേറി.
പറപ്പൂക്കര ഫറോന തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ 14, 15, 16 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 14-ന് അമ്പ് എഴുന്നള്ളിപ്പ് നടക്കും. 15-ന് വൈകിട്ട് ആന എഴുന്നള്ളിപ്പോടുകൂടി അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് പ്രസിദ്ധമായ കൂടുതുറക്കൽ ചടങ്ങും പ്രദക്ഷിണവും നടക്കും. രാത്രിയിൽ പുണ്യാളന്റെ തിരുമുടി എഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യകാർമ്മികത്വം വഹിക്കും. ഫാദർ ഡയസ് ആന്റണി വലിയ മരുത്തുങ്കൽ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. 23-ന് എട്ടാമിടവും ഊട്ടുതിരുനാളും ആഘോഷിക്കും. വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, സഹവികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി, ജനറൽ കൺവീനർ സൈമൺ ജോൺ പുതുപ്പുള്ളിപ്പറമ്പിൽ, സെക്രട്ടറി റെജിൻ പാലത്തിങ്കൽ, ട്രസ്റ്റി ജോസ് തട്ട്ല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,765 രൂപ, പവന് 70,120 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,365 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലെ യു-ടേൺ യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ അടച്ചതിനെതിരെ പ്രതിഷേധം രൂക്ഷം. യാത്രക്കാർക്ക് ബസ് കയറുന്നതിനുള്ള ബദൽ സംവിധാനം ഒരുക്കാതെയാണ് ദേശീയപാത അധികൃതർ യു-ടേൺ അടച്ചതെന്ന ആക്ഷേപവുമായി MLA KK രാമചന്ദ്രൻ. കടങ്ങോട് ചിറ്റിലങ്ങാട് വൻ മണ്ണ് ഖനനത്തിന് നീക്കം. കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ തടഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 5ാം ഉത്സവം ആഘോഷിച്ചു. ശിവേലി എഴുന്നള്ളത്തും രാത്രിയിലെ വിളക്കം ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തുന്നത് 1000. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.